മക്കളെ, നമ്മളിതുവരെ മഹാഭാരത കാവ്യത്തിലെ 4-ാം പർവ്വമായ വിരാടപർവം വരെയുള്ള കഥകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഉദ്യോഗപർവമാണ്. ഉദ്യോഗമെന്നാൽ തൊഴിൽ, പ്രവൃത്തി, ജോലി എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ പർവ്വത്തിൽ പാണ്ഡവർക്ക് അർഹതപ്പെട്ട പകുതി രാജ്യം നേടിയെടുക്കുവാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളും അതിനെതിരെ ദുര്യോധനടക്കമുള്ള കൗരവർ നടത്തുന്ന പ്രവർത്തനങ്ങളുമാണ് പ്രതിപാദിക്കുന്നത്. യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കുവാൻ പാണ്ഡവർ തയ്യാറാണ്. എന്നാൽ സർവനാശകാരിയായ യുദ്ധം ഒഴിവാക്കാനുള്ള നയപരമായ വഴികൾ തേടാനുള്ള ഉദ്യോഗമാണ് പാണ്ഡവർ നടത്തുന്നത്. ആ കഥ കേട്ടുകൊള്ളുക. കീചകൻ വധിക്കപ്പെട്ടതിനെ തുടർന്ന് കൗരവരും തൃഗൃത്തത്തിലെ രാജാവായ സുശർമാവും ചേർന്ന് മാത്സ്യരാജ്യത്തെ ആക്രമിച്ച് അവരുടെ ഗോസമ്പത്ത് മുഴുവൻ തട്ടിയെടുക്കുവാൻ ശ്രമിച്ചു. ഇതിനെതിരെ മാത്സ്യരാജ്യത്തെ രാജാവായ വിരാടൻ അന്ന് അജ്ഞാതവാസത്തിൽ ആയിരുന്ന പാണ്ഡവരുടെ സഹായത്തോടെ കൗരവരെയും സുശർമാവിനെയും പരാജയപ്പെടുത്തുന്നു. അപ്പോഴേക്കും പാണ്ഡവർ അവരുടെ അജ്ഞാതവാസകാലം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. വിരാട രാജാവ് പാണ്ഡവരെ എല്ലാവരെയും തിരിച്ചറിഞ്ഞ് അവരെ വേണ്ടവണ്ണം ആദരിച്ചു. അതിനുശേഷം പാണ്ഡവർ വിരാട രാജധാനിയിൽ നിന്നും ഉപപ്ലവ്യം എന്ന സ്ഥലത്തേക്ക് മാറി താമസിച്ചു. യുദ്ധത്തിൽ സഹായിച്ചതിനുള്ള പാരിതോഷികമായി വിരാടൻ തൻ്റെ പുത്രിയായ ഉത്തരയെ പാർത്ഥന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ അവളെ ഒരു മകൾ എന്ന രീതിയിൽ താൻ കണ്ടിട്ടുള്ളൂവെന്നും അതിനാൽ തൻ്റെ പുത്രവധുവായി സ്വീകരിച്ചു കൊള്ളാമെന്നും അർജുനൻ സമ്മതിച്ചു. ആ അഭിപ്രായത്തിനെ അംഗീകരിച്ച് ശ്രീകൃഷ്ണൻ, ബലരാമൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ ഉപപ്ലവ്യത്തിൽ വെച്ച് അഭിമന്യു ഉത്തരയെ വിവാഹം കഴിച്ചു. ഇവിടെ വരെയുള്ള കഥകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അഭിമന്യുവിൻ്റെ വിവാഹശേഷം പാണ്ഡവർ ഉപപ്ലവ്യത്തിൽ തന്നെ താമസിച്ചു. ഒരു ദിവസം അവരുടെ മിത്രങ്ങളായ യദുവംശത്തിലെ ചില പ്രമുഖന്മാർ ഉപപ്ലവ്യത്തിൽ ഒത്തുകൂടി. അവരിൽ വൃദ്ധരായ വസുദേവർ, വിരാടൻ, ദുരുപദൻ എന്നിവരും ബലരാമൻ, സാത്യകി, ശ്രീകൃഷ്ണൻ, പ്രദ്യുമ്നൻ എന്നിവരും ഉണ്ടായിരുന്നു. വിരാടൻ അഭിമന്യുവിൻ്റെ ഭാര്യാപിതാവും ദുരുപദൻ പാഞ്ചാലിയുടെ പിതാവും വസുദേവർ കൃഷ്ണബലരാമന്മാരുടെ പിതാവും ആയിരുന്നു. ഇവരൊത്തുകൂടി പാണ്ഡവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ തുടങ്ങി. ശ്രീകൃഷ്ണനായിരുന്നു ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. കൃഷ്ണൻ പറഞ്ഞു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കള്ളച്ചൂതിൽ സമർത്ഥനായ ശകുനിയെക്കൊണ്ട് ചൂത് കളിപ്പിച്ച് ദുര്യോധനൻ പാണ്ഡവരുടെ രാജ്യവും സമ്പത്തുമെല്ലാം കവർന്നെടുത്തു. അതും പോരാഞ്ഞ് ദ്രൗപദിയോട് അനാചാരം പ്രവർത്തിക്കുകയും പാണ്ഡവരെ 13 വർഷത്തേക്ക് വനത്തിലയക്കുകയുമാണ് ചെയ്തത്. സത്യനിഷ്ഠയോടെ മാത്രം ജീവിക്കുന്ന യുധിഷ്ഠിരൻ ആ ശിക്ഷ ഏറ്റുവാങ്ങി രാജ്യം കൗരവർക്ക് നൽകി. രാജ്യം വിട്ടുപോയിട്ടും പാണ്ഡവരെ പിന്തുടർന്ന് നശിപ്പിക്കുവാൻ ദുര്യോധനൻ ശ്രമിച്ചു. സത്യത്തിൽ നിന്നും വ്യതിചലിക്കാത്ത പാണ്ഡവർക്ക് നന്മയുണ്ടാകുന്നതിന് എന്തെങ്കിലും ഒരു ഉപായം നമ്മൾ കണ്ടെത്തണം. അധാർമികമായി ലഭിക്കുന്നതൊന്നും യുധിഷ്ഠിരൻ സ്വീകരിക്കുകയില്ല. ധാർമ്മികമായി ഒരു ഗ്രാമം മാത്രമെങ്കിലും ലഭിച്ചാൽ അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിക്കും. ഇപ്പോഴും കൗരവർക്ക് ദോഷകരമായി എന്തെങ്കിലും സംഭവിക്കണമെന്ന് ധർമ്മപുത്രർ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അറിയാമല്ലോ, ബാല്യകാലം മുതലേ പാണ്ഡവരെ പിന്തുടർന്ന് ദ്രോഹിക്കാനും അവർക്കുള്ളതെല്ലാം തട്ടിയെടുക്കാനും ദുര്യോധനനും സഹോദരന്മാരും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നാളിതുവരെ അധർമ്മത്തിൻ്റെ വഴിയിൽ നിന്നും വിട്ടുമാറാതെ പാണ്ഡവർ സമാധാനത്തിൻ്റെ വഴിയിൽ തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. ഇനിയും അങ്ങനെ തുടരുമെന്ന് പ്രതീക്ഷിക്കരുത്. വേണ്ടി വന്നാൽ കൗരവരെ വധിക്കാനും അവർ മടിക്കില്ല. നാം ഇപ്പോൾ സംസാരിക്കുന്നത് പാണ്ഡവരുടെ പക്ഷത്തു നിന്നുകൊണ്ടാണ്. ഈ കാര്യത്തിൽ മറുപക്ഷത്തിൻ്റെ അഭിപ്രായം കൂടി നമുക്ക് മാനിക്കണം. പക്ഷേ അവരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ന്യായമായ നിലയിൽ പകുതി രാജ്യത്തിൻ്റെ അവകാശികൾ പാണ്ഡവർ തന്നെയാണ്. ഇത് ദുര്യോധനൻ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഇതേക്കുറിച്ച് അവരോട് സംസാരിക്കുവാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനും തന്ത്രശാലിയായ ഒരു ദൂതനെ അയക്കണം. കൃഷ്ണന് ശേഷം ബലരാമൻ സംസാരിച്ചു. കൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്.
അർഹതപ്പെട്ട പകുതി രാജ്യം മാത്രമേ യുധിഷ്ഠിരൻ ചോദിക്കുന്നുള്ളൂ. അതിൽ അന്യായമായി ഒന്നുമില്ല. പക്ഷേ സുയോധനൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് ഒരു തീരുമാനമെടുക്കാം. അതിനു മുമ്പ് കൗരവരുടെ മനോഗതം അറിയുവാൻ തന്ത്രശാലിയായ ഒരു ദൂതനെ നിയോഗിക്കുക തന്നെയാണ് വേണ്ടത്. ഇരുവിഭാഗത്തിനും നന്മ വരുമെങ്കിൽ അപ്രകാരം ഒരു ശ്രമം നടത്തുക തന്നെയാണ് വേണ്ടത്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ വിദ്യാവൃദ്ധരും വയോവൃദ്ധരുമായ ഭീഷ്മർ, ദ്രോണർ, കൃപർ എന്നീ ആചാര്യന്മാർക്കൊപ്പം സാമന്തരാജാക്കന്മാരുമൊക്കെ നിറഞ്ഞ ഒരു സദസ്സിൽ വേണം ഈ വിഷയം അവതരിപ്പിക്കേണ്ടത്. യുധിഷ്ഠിരന് ചൂതുകളിയിൽ വലിയ താല്പര്യമായിരുന്നു. ആ ഒരു ദൗർബല്യത്തെ മുതലെടുത്താണ് ശക്തരായ കൗരവർ ശകുനിയെക്കൊണ്ട് പാണ്ഡവരെ വീഴ്ത്തിയത്. അതിന് അവരെ മാത്രം കുറ്റപ്പെടുത്താൻ ആകില്ല. ഇത് കേട്ട് സാത്വിക ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആഹാ, ഇപ്പോൾ മനസ്സിലിരിപ്പ് പുറത്തു വന്നു. യുധിഷ്ഠിരന് ചൂതുകളിയിൽ സാമർഥ്യം കുറവാണ്, സമ്മതിച്ചു. ശകുനിക്ക് അത് കൂടുതലുമാണ്, അതും സമ്മതിച്ചു. എന്നാൽ യുധിഷ്ഠിരന് ഈ ചൂതുകളിയിൽ താല്പര്യമില്ലായിരുന്നു എന്നോർക്കണം. എന്നിട്ടും യുധിഷ്ഠിരനെ വിളിച്ചു വരുത്തി തോൽപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനെ എങ്ങനെ ധർമ്മം എന്ന് വിളിക്കാൻ കഴിയും? എന്നിട്ടും എല്ലാ ശിക്ഷകളും സ്വീകരിച്ച് പാണ്ഡവർ ധർമ്മത്തെ പരിഗണിച്ച് വനവാസത്തിന് പോയി. അതും പൂർത്തിയാക്കി അവർ മടങ്ങിയെത്തിയിരിക്കുകയാണ്. അതിനാൽ അവരുടെ പിതാവിൻ്റെ സ്വത്തിന് അവർക്ക് തന്നെയാണ് അവകാശമുള്ളത്. അതിന് അവർ കൗരവരോട് ഭിക്ഷയാചിക്കണം. ഭീഷ്മരും ദ്രോണരും പറഞ്ഞിട്ടും പോലും ദുര്യോധനൻ വഴങ്ങുന്നില്ല. ഞാൻ അവനെ യുദ്ധത്തിൽ കണ്ടുമുട്ടാൻ തയ്യാറാണ്. ദുര്യോധനൻ്റെ ശിരസ് യുധിഷ്ഠിരൻ്റെ കാൽക്കൽ കൊണ്ടുവരണം. ഗാന്ധീവധാരിയായ അർജുനനെയും ചക്രപാണിയായ ശ്രീകൃഷ്ണനെയും ഗദാധാരിയായ ഭീമസേനെയും യുദ്ധത്തിൽ നേരിടാൻ ആർക്ക് കഴിയും? ബാക്കിയുള്ള പാണ്ഡവരും ദുരുപദൻ, വിരാടൻ, ദൃഷ്ടദ്യുമ്നൻ തുടങ്ങിയവർ ഈ 3 പേർക്ക് പിന്നിൽ അണിനിരന്നാൽ ആർക്ക് അവരെ ജയിക്കാനാകും? ഇതിനു പുറമെ ഞാനടക്കം എത്രയെത്ര ശൂരന്മാർ പാണ്ഡവരെ സഹായിക്കാനുണ്ടാകും. അപ്പോൾ ദുര്യോധനനെ വധിച്ച് യുധിഷ്ഠിരനെ അഭിഷേകം ചെയ്യാൻ തീർച്ചയായും കഴിയും. ന്യായത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശത്രുവിനെ വധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനു പകരം ശത്രുവിൻ്റെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ട അവസ്ഥ അധർമ്മം തന്നെയാണ്. എന്നിരുന്നാലും ധൃതരാഷ്ട്രർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയുന്നത് നല്ലത് തന്നെ. എന്തു തന്നെ നടന്നാലും പാണ്ഡവർക്ക് രാജ്യം ലഭിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് കൗരവർ വഴങ്ങുന്നില്ലെങ്കിൽ അവർ യുദ്ധത്തിൽ തലയേറ്റി വീഴട്ടെ, അതാണ് വേണ്ടത്. അപ്പോൾ ദ്രുപദൻ സംസാരിച്ചു. സമാധാനപരമായ ഒരു ദൗത്യം കൊണ്ട് അനുകൂലമായ ഒരു ഫലം ദുര്യോധനിൽ നിന്നും കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. പുത്രവാത്സല്യം കൊണ്ട് മനസ്സിനും അന്ധത ബാധിച്ച ധൃതരാഷ്ട്രരിൽ നിന്നും ഗുണകരമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. ഭീഷ്മദ്രോണാദികൾ നിസ്സഹായരാണ്. കൗശലക്കാരായ കർണനും ശകുനിയും ഒരിക്കലും ഇതിനെ അനുകൂലിക്കുകയില്ല. ദുര്യോധനൻ്റെ സ്വഭാവം അറിയില്ലേ? സൗമ്യമായി സംസാരിച്ചാൽ അത് നമ്മുടെ ദൗർബല്യമായി അയാൾ കരുതുകയുള്ളൂ. ഇപ്പോൾ ദൂതനെ അയക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളായ രാജാക്കന്മാരുടെ അടുത്തേക്ക് സഹായ അഭ്യർത്ഥനയുമായി ആളുകളെ അയക്കുക കൂടി വേണം. സൈന്യങ്ങളെ സംഘടിപ്പിക്കുവാൻ അവർക്കും സമയം ആവശ്യമാണല്ലോ. ശല്യർ, തൃഷ്ടകേതു, കേകയ രാജാവ്, ജയസേനൻ തുടങ്ങിയ രാജാക്കന്മാരുടെ അടുത്തേക്കെല്ലാം ആളുകളെ അയക്കണം. ദുര്യോധനനും സഹായം അഭ്യർത്ഥിക്കാതിരിക്കില്ല. ആദ്യം ക്ഷണിക്കുന്നവരെ രാജാക്കന്മാർ ഒഴിവാക്കില്ല. കൊടുത്ത വാക്ക് പിൻവലിക്കാൻ രാജാക്കന്മാർ തയ്യാറാകുമെന്ന് കരുതരുത്. നമ്മുടെ പുരോഹിതൻ മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന് തന്നെ ദൂതനായി അയക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ദുരുപദൻ പറഞ്ഞത് ശരിയാണ്. ഏറ്റവും അഭിലഷണീയമായ കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. പ്രായം കൊണ്ടും അറിവ് കൊണ്ടും നമ്മേക്കാൾ മുന്നിലാണ് അദ്ദേഹം. ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ വെറും ശിഷ്യന്മാർ മാത്രം. അതിനാൽ ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് അങ്ങ് തന്നെ ദൂതനെ അയക്കുക. അങ്ങ് കൊടുത്തുവിടുന്ന ദൗത്യം ഞങ്ങൾക്കെല്ലാം സ്വീകാര്യമാണ്. ന്യായമനുസരിച്ചുള്ള തീരുമാനം ധൃതരാഷ്ട്രർ കൈക്കൊണ്ടാൽ നാശകരമായ യുദ്ധം ഒഴിവാക്കാമല്ലോ. മറിച്ചായാൽ ഗാന്ധീവധാരിയായ അർജുനൻ കോപം കൊണ്ട് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. അതിനുശേഷം വിരാടനും പാണ്ഡവരും ചേർന്ന് ശ്രീകൃഷ്ണനെയും ബലരാമനെയും യാത്രയാക്കി. അവർ തുടർന്ന് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദൂതന്മാർ പല രാജ്യങ്ങളിലേക്കും പുറപ്പെട്ടു. ദൂതറിഞ്ഞ് രാജാക്കന്മാർ സൈന്യസമേതം വന്നെത്തി തുടങ്ങി. പാണ്ഡവർ സൈന്യത്തെ സംഘടിപ്പിക്കുന്നത് അറിഞ്ഞ കൗരവരും പല രാജാക്കന്മാരെയും സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചു. ദുരുപദൻ ദൂത് പോകേണ്ട പുരോഹിതനോട് പറഞ്ഞു, മഹാത്മൻ, അങ്ങ് ബൃഹസ്പതിയെപ്പോലെയും ശുക്രാചാര്യരെപ്പോലെയും ബുദ്ധിമാനാണ്. കൗരവർ പാണ്ഡവരോട് ചെയ്ത ചതി അങ്ങേക്കറിയാമല്ലോ. തട്ടിയെടുത്ത രാജ്യം അവർക്ക് തിരിച്ചു കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ വയ്യ. എങ്കിലും ധർമ്മതത്വങ്ങളിൽ ഉറച്ചു നിന്ന് അങ്ങ് വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ കൗരവരുടെ മനസ്സിന് എന്തെങ്കിലും മാറ്റമുണ്ടായാൽ അതിന് നമ്മൾ ശ്രമിക്കാതിരിക്കേണ്ട.
വിതുരർ അങ്ങേ പിന്താങ്ങും. ഭീഷ്മർ, ദ്രോണർ, കൃപർ തുടങ്ങിയവരിൽ അഭിപ്രായഭേദം ഉണ്ടാക്കുവാൻ അങ്ങയുടെ വാക്കുകൾക്ക് കഴിയും. മന്ത്രിമാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ സൈനികരും ഭിന്നിക്കും. ആ സമയത്ത് സൈനികരെ ഒരുമിപ്പിക്കാൻ കൗരവർക്ക് ശ്രമിക്കേണ്ടി വരും. ആ സമയത്ത് സൈന്യവും സമ്പത്തും ആർജിക്കുവാൻ പാണ്ഡവർക്കും കഴിയും. അങ്ങ് ഹസ്തിനപുരത്ത് തന്നെ ഉണ്ടായിരുന്നാൽ അത് നമുക്ക് ഏറെ ഗുണം ചെയ്യും. അങ്ങ് അവിടെ ഉണ്ടായിരിക്കുമ്പോൾ കൗരവർ സൈന്യസംഭരണം നടത്താൻ വൈകും. മാത്രമല്ല, അങ്ങയുടെ സമീപ്യത്തിൽ ധൃതരാഷ്ട്രർക്ക് ഒരു മനംമാറ്റമുണ്ടായാൽ അതും നല്ലതു തന്നെ. ധാർമ്മിക പ്രവർത്തനങ്ങളും ഹിതോപദേശങ്ങളും കൊണ്ട് പലരുടെയും മനസ്സിനെ സ്വാധീനിക്കാൻ അങ്ങേക്ക് കഴിയും. പുരോഹിത, നാളെ പൂയം നക്ഷത്രമാണ്, ശുഭനക്ഷത്രം. വിജയപ്രദമായ മുഹൂർത്തത്തിൽ തന്നെ അങ്ങ് പുറപ്പെടണം. അതനുസരിച്ച് അടുത്ത ദിവസം തന്നെ പുരോഹിതൻ ശിഷ്യന്മാരെ ഒരുമിച്ച് ഹസ്തിനപുരത്തേക്ക് പുറപ്പെട്ടു. യുദ്ധം ആസന്നമാണ് എന്ന സങ്കല്പത്തിൽ യുധിഷ്ഠിരൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദൂതന്മാരെ ഓരോ രാജ്യങ്ങളിലേക്ക് അയച്ചു. അതിൻ പ്രകാരം യാദവ വംശത്തിൻ്റെ സഹായം ആവശ്യപ്പെടുന്നതിന് ശ്രീകൃഷ്ണനെ കാണുവാൻ അർജുനൻ തന്നെ തേരിൽ പുറപ്പെട്ടു. അർജുനൻ്റെ ദൗത്യം രഹസ്യമായി അറിഞ്ഞ ദുര്യോധനനും ശ്രീകൃഷ്ണനെ കാണുവാൻ നേരിട്ട് തന്നെ പോയി. ഇരുവരും ഒരേ സമയത്ത് തന്നെ ദ്വാരകയിലെ ശ്രീകൃഷ്ണൻ്റെ കൊട്ടാരത്തിലെത്തി. ആ സമയത്ത് ശ്രീകൃഷ്ണൻ ഉറക്കമായിരുന്നു. ദുര്യോധനൻ ആദ്യമെത്തി കൃഷ്ണൻ്റെ ഉറക്കറയിൽ പ്രവേശിച്ച് അദ്ദേഹത്തിൻ്റെ തലയ്ക്കൽ കിടന്നിരുന്ന രത്നഖചിതമായ ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു. രണ്ടാമത് വന്ന അർജുനൻ ഭഗവാന്റെ കാൽച്ചുവട്ടിൽ തൊഴുതുകൊണ്ട് നിന്നു. അല്പസമയത്തിനകം ശ്രീകൃഷ്ണൻ ഉണർന്നു. കാൽച്ചുവട്ടിൽ നിന്ന അർജുനനെ കണ്ട് വിവരങ്ങൾ അന്വേഷിക്കുവാൻ തുടങ്ങുമ്പോൾ തലഭാഗത്തിരുന്ന ദുര്യോധനനെയും ശ്രീകൃഷ്ണൻ കണ്ടു. ഇരുവരോടും കുശലങ്ങൾ സംസാരിച്ചതിന് ശേഷം ആഗമനോദ്ദേശം ആരാഞ്ഞു. ദുര്യോധനൻ ചെറുചിരിയോടെ പറഞ്ഞു, കൃഷ്ണ, പാണ്ഡവരുമായി ഒരു യുദ്ധം ആവശ്യമായാൽ ഞങ്ങളെ നിങ്ങൾ സഹായിക്കണമെന്ന് പറയുവാനാണ് ഞാൻ വന്നത്. അർജുനനും അതേ ആവശ്യം പറഞ്ഞു. യുദ്ധം ഒഴിവാകുന്നില്ലെങ്കിൽ അങ്ങ് പാണ്ഡവരെ സഹായിക്കണം. ഇത് കേട്ട് ദുര്യോധനൻ പറഞ്ഞു, കൃഷ്ണ, പാണ്ഡവരുമായി താങ്കൾക്കുള്ള അതേ ബന്ധം ഞങ്ങളുമായിട്ടും ഉണ്ട്. പോരെങ്കിൽ ഇന്നിവിടെ ആദ്യമെത്തിയത് ഞാനാണ്. അതിനാൽ പ്രധാന പരിഗണന എനിക്ക് തരണം. ഇത് കേട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, തീർച്ചയായും ഇരുവരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെ. സഹായിക്കാൻ എനിക്ക് ബാധ്യതയുമുണ്ട്. അതിനാൽ എൻ്റെ തീരുമാനം പറയാം. ഒരു പക്ഷത്ത് എൻ്റെ സൈന്യമായ നാരായണസേന മുഴുവൻ ഉണ്ടായിരിക്കും. മറുപക്ഷത്ത് ആയുധമെടുക്കുകയോ യുദ്ധം ചെയ്യുകയോ യാതൊന്നും ചെയ്യാതെ ഞാനും ഉണ്ടായിരിക്കും. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങളിൽ ഞാൻ ആദ്യം കണ്ടത് അർജുനനെയാണ്. മാത്രമല്ല, അവൻ പ്രായത്തിൽ താങ്കളേക്കാൾ ഇളയവനുമാണ്. അതിനാൽ ആദ്യ അവസരം അർജുനന് ഉള്ളതാണ്. അർജുനൻ തൊഴുകൈകളോടെ നിരായുധനായ ശ്രീകൃഷ്ണൻ മതിയെന്ന് പറഞ്ഞു. ദുര്യോധനൻ സന്തോഷത്തോടെ നാരായണസേനയെ സ്വീകരിച്ചിട്ട് മടങ്ങിപ്പോയി. അപ്പോൾ ശ്രീകൃഷ്ണൻ പാർത്ഥനോട് ചോദിച്ചു, പാർത്ഥ, നീ നിരായുധനായ എന്നെ എന്തിനു സ്വീകരിച്ചു? ശക്തരായ നാരായണസേനയെ എടുക്കാമായിരുന്നില്ലേ? അർജുനൻ വിനയത്തോടെ പറഞ്ഞു, ഭഗവൻ, വളരെ കാലമായ എൻ്റെ ആഗ്രഹമാണ് അങ്ങെൻ്റെ തേർതെളിക്കുന്ന സാരഥിയായിരിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടാകണമെന്ന്. ഇന്നെനിക്ക് അതിന് അവസരം കിട്ടി. കൃഷ്ണൻ പറഞ്ഞു, ശരി, നിൻ്റെ അഭിലാഷം നിറവേറട്ടെ. അർജുനന് സന്തോഷമായി. മറ്റ് യാദവ പ്രമുഖരോടെല്ലാം അനുമതി വാങ്ങിക്കൊണ്ട് പാർത്ഥൻ യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് മടങ്ങി. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.